നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ചിങ്ങം പിറന്നു, ഓണം വരവായി, മാനം തെളിഞ്ഞു, കർഷകർ ടാപ്പിങ്ങിനായി ഉത്സാഹിച്ചു. റബ്ബർ വില ഇടിഞ്ഞു, കർഷകരുടെ നെഞ്ചിൽ ഇടുത്തി. ടയർ കമ്പനികൾ റബ്ബർ വിലയിൽ വിലങ്ങിട്ട് വില കുറച്ചതിന് ചുവട് പിടിച്ച് ഇറക്കുമതി ചെയ്യുമെന്ന് പ്രചരിപ്പിച്ച് റബ്ബർ വില വീണ്ടും കുറച്ചു. പോയ വാരം കിലോ 10 രൂപ വില കുറച്ചാണ് ടയർ കമ്പനികൾ റബ്ബർ വാങ്ങിയത്. ഒരു മാസത്തോളമായി കൂടിക്കൊണ്ടിരുന്ന റബ്ബർ വില പോയ വാരം ഒറ്റയടിക്ക് 10 രൂപ കുറച്ചത് കർഷകർക്ക് കനത്ത നഷ്ടമായി. വിശേഷ ദിവസങ്ങൾ കണക്കിലെടുത്ത് പണത്തിന് ആവശ്യമായ കർഷകരാണ് വില കുറച്ച് വിൽക്കാൻ നിർബന്ധിതരായത്. ബാങ്കോക്ക്, ചൈന, ടോക്കിയോ തുടങ്ങി മറ്റ് രാജ്യങ്ങളിൽ റബ്ബർ വില കുറഞ്ഞുകൊണ്ടിരിക്കെ തായ്ലൻഡ്, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വൻകിട ടയർ കമ്പനികൾ ഇറക്കുമതിക്ക് ശ്രമം തുടങ്ങിയിരിക്കുകയാണ്. റബ്ബർ കിലോ 300 രൂപ കടക്കുമോ എന്ന പ്രതീക്ഷയുണ്ടായിരുന്നത് 275 രൂപയായി കുറഞ്ഞത് കർഷകരുടെ നെഞ്ചിൽ ഇടുത്തിയായി. അടുത്ത വാരം ഓണാവശ്യങ്ങൾക്കായി നേരത്തെ പണം സ്വരൂപിക്കാൻ തയ്യാറെടുത്ത കർഷകരാണ് നഷ്ടക്കച്ചവടത്തിന് ഇരകളായത്. ഇറക്കുമതി പ്രചരണത്തിൽ ചെറുകിട ടയർ കമ്പനികളും RSS 5 കിലോ 270 രൂപയായി വില കുറച്ചു. മഴ മാറി വെയിൽ കനത്താൽ വിൽപ്പനയ്ക്ക് റബ്ബർ വരവ് കൂടുന്ന സാഹചര്യത്തിൽ റബ്ബർ വില വീണ്ടും ഇടിയുമെന്നാണ് വ്യാപാര സമൂഹം പറയുന്നത്. തയ്യാർ നിരക്കിൽ ബാങ്കോക്കിൽ RSS 4 കിലോ 265 രൂപയായി കുറഞ്ഞിരിക്കുകയാണ്. വില കുറയാൻ തുടങ്ങിയതോടെ വിൽപ്പനയ്ക്ക് റബ്ബർ വരവ് കുറവായിരുന്നു. കുരുമുളക് വിറ്റ കർഷകർക്ക് പോയ വാരം കിലോ 6 രൂപ നഷ്ടം. വിൽപ്പനയ്ക്ക് വരവ് കൂടി. വിൽപ്പനയ്ക്കെത്തിയ മുളകിൽ ഇറക്കുമതി ചെയ്ത മുളകും ഉണ്ടായിരുന്നു. ഇടുക്കിയിൽ നിന്ന് വരവ് കുറവായിരുന്നു. കർണാടകയിലെ സൊസൈറ്റികളും തമിഴ്നാട്ടിലെ കച്ചവടക്കാരും ഇടുക്കിയിൽ നിന്ന് കൊക്കോ വാങ്ങുന്നതിന് പുറമെ കുരുമുളകും ധാരാളമായി വാങ്ങുന്നുണ്ടെന്നാണ് ഇടുക്കിയിലെ കർഷകർ പറയുന്നത്. ഇടുക്കിയിലെ മുളകിന് സാന്ദ്രത കൂടുതലുള്ളതുകൊണ്ട് സാന്ദ്രത കുറഞ്ഞ തമിഴ്നാട്, കർണാടക മുളകിൽ ഇടുക്കി മുളക് കൂട്ടിക്കലർത്തി മറ്റ് മാർക്കറ്റുകളിൽ വിൽക്കാനാണ് അയൽ സംസ്ഥാനത്തുള്ളവർ ഇടുക്കി മുളകിനെ ആശ്രയിക്കുന്നത്. മുംബൈയിലെത്തിയ ഇറക്കുമതി മുളക് എല്ലാ പ്രാദേശിക മാർക്കറ്റുകളിലും ലഭ്യമാണ്. ഇന്ത്യയിലേക്കുള്ള ശ്രീലങ്കൻ മുളകിൻ്റെ കയറ്റുമതിക്ക് ശ്രീലങ്കയിൽ ഷിപ്പ്മെൻറ്റ് തുടങ്ങി. കുരുമുളക് നിറച്ച കണ്ടെയ്നറുകൾ കപ്പലിൽ കയറ്റി തുടങ്ങിയെന്ന് കൊച്ചി വിപണിയിൽ അറിയിപ്പെത്തി. ഇറക്കുമതി കൂടാതെ എക്സ്പോർട്ട് ഓറിയൻ്റൽ യൂണിറ്റുകാർ ഇറക്കുമതി ചെയ്ത മുളക് തിരിച്ച് കയറ്റുമതി ചെയ്യേണ്ടതിന് പകരം ഇന്ത്യയിൽ തന്നെ വിൽക്കുകയാണ്. ഇറക്കുമതി ചെയ്യുന്ന മുളക് ഇവർക്ക് 180 ദിവസം കൈവശം വയ്ക്കാനുള്ള നയം നിലനിൽക്കെയാണ് തിരിച്ച് കയറ്റുമതി ചെയ്യാതെ 180 ദിവസത്തെ കാലയളവിൽ ഇന്ത്യയിൽ തന്നെ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ കർഷകരെയാണ് ദോഷകരമായി ബാധിക്കുന്നത്. കുരുമുളകിന് വില കൂടുമെന്ന് കണ്ട് വിൽക്കാതെ പിടിച്ചു വച്ചിരിക്കുന്ന ഇടനിലക്കാരെ ഇറക്കുമതിയുടെ വരവും വിൽപ്പനയും നഷ്ടക്കച്ചവടത്തിലേക്ക് നയിക്കുമെന്നാണ് വിപണി നൽകുന്ന സൂചന. ഇറക്കുമതി ചെയ്ത മുളക് മസാല കമ്പനികൾക്ക് വേണ്ടി മുൻകൂർ കച്ചവടം ചെയ്തവരുടെ വാങ്ങലുകളാണ് പോയ വാരം വിപണിയിൽ നടന്നത്. വരും മാസങ്ങളിൽ ഉത്സവകാലങ്ങളാണ്. രക്ഷാബന്ധൻ തുടങ്ങുന്നതോടെ കുരുമുളകിന് ഡിമാൻഡ് തുടങ്ങും. എന്നാൽ ഇറക്കുമതി മുളകിൻ്റെ പ്രവാഹം വിപണിയിൽ നമ്മുടെ കർഷകർ വിൽപ്പനയ്ക്കെത്തിക്കുന്ന മുളകിനെ ബാധിച്ചേക്കും.